everyone, welcome back to Nix Mojo. അപ്പോൾ ഇന്ന് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ലിപ്സ്റ്റിക് ആണ് ഇന്നത്തെ മെയിൻ താരം എന്നുള്ളത്. അതും ബിയേർഡ് ലിപ്സ്റ്റിക് എന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറയാം. ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു ക്രേസ് ഉള്ള ഒരാളാണ്. ഞാൻ എന്താ പറയുക, എനിക്കിഷ്ടമുള്ള ഷെയ്ഡൊക്കെ ഞാൻ മേടിക്കാറുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. പുറത്ത് പോകുമ്പോൾ ലിപ്സ്റ്റിക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അത് ഇപ്പം സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് കേട്ടോ. ചെറിയ ഒരു എൻ്റെ ലിപ്പിൻ്റെ കളറായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് എങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ട് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ചിലരുണ്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ അവളൊക്കെ ഉണ്ടില്ല, അവളത് ഇപ്പോഴും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊണ്ടേ പുറത്തിറങ്ങും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ഇഷ്ടമാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലേ. ഒരു ജീവിതമേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ജീവിച്ച് തീർക്കുക. ലിപ്സ്റ്റിക് ഇട്ടിട്ടായാലും മേക്കപ്പ് ഇട്ടിട്ടായാലും നമ്മുടെ ഇഷ്ടങ്ങളല്ലേ നമ്മൾ ചെയ്ത് തീർക്കേണ്ട. അല്ലാതെ മറ്റുള്ളവർ അയ്യോ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ പൊന്നു മക്കളെ ജീവിതകാലം മൊത്തം അങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ സബ്ജക്റ്റിലോട്ട് തിരിച്ചു വരാം. അപ്പം ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്കൊരു അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം. ഇപ്പം നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇഷ്ടമുള്ളവരാണ്, എന്നെപ്പോലെ ക്രേസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ മേടിക്കാൻ പോകുന്നവരാണെങ്കിൽ ഡയറക്റ്റ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയിട്ട് മേടിക്കാൻ നോക്കുക. അല്ലാണ്ട് ഓൺലൈനിൽ നമ്മൾ റിവ്യൂസും അല്ലാതെ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ എന്നെപ്പോലെ ഇതേപോലെ ഓരോ വിയേർഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എഴുതി നിങ്ങൾക്ക് വീഡിയോ ചെയ്യേണ്ടി വരും. അങ്ങനെ അബദ്ധം പറ്റിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാൻ. അബദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷേ എനിക്കിഷ്ടപ്പെടാത്ത കുറച്ച് ഷെയ്ഡ്സ്, അതിൻ്റെ വീഡിയോസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഒരു നേരിട്ട് ഡയറക്റ്റ് ഷോപ്പിൽ പോകാമെന്ന് വെച്ചോളൂ. അപ്പോൾ പോയിട്ട് നമുക്കവിടെ ലിപ്സ്റ്റിക് എടുക്കുക, നമ്മൾ അതിൻ്റെ ഷെയ്ഡ് നമുക്ക് ലിപ്സിലോ കയ്യിലോ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമല്ലോ, ഇത് കൊള്ളാം എന്ന് മേടിക്കുന്ന കുഴപ്പമില്ല. എന്നിട്ട് ആ സെയിം പ്രോഡക്റ്റ്, നമ്മൾ ആ മേടിച്ച പ്രോഡക്റ്റ് തീരുമ്പോൾ ഓൺലൈനിൽ ആ സെയിം പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഇഷ്യൂ വരത്തില്ല. കാരണം നമ്മൾ ഒരിക്കൽ യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കറിയാം അതിൻ്റെ ഷെയ്ഡ് എങ്ങനെ ഇരിക്കും, അതിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കുറച്ച് ലിപ്സ്റ്റിക്സ് ഞാനിപ്പോൾ അഡ്വർടൈസ്മെൻറ്റും റിവ്യൂസൊക്കെ കണ്ടിട്ട് നമ്മൾ വീഡിയോസിലും പിക്ചേഴ്സിലൊക്കെ കാണുമ്പോൾ നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഷെയ്ഡായിരിക്കും. പക്ഷേ മേടിക്കുമ്പോൾ കയ്യിൽ കിട്ടുമ്പോഴത്തേനും സത്യം പറയാണ്ടല്ലോ നമ്മുടെ കിളി പോകും. അങ്ങനെ കുറച്ച് ലിപ്സ്റ്റിക്സ് എനിക്ക് കിളി പോയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതെന്താ പറയുക, മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. കാരണം കുറച്ച് ഡാർക്കും ഇതുമായിട്ട് മിക്സ് ചെയ്തൊക്കെ ഉപയോഗിക്കാറല്ല. ഇത് മാത്രമായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഷെയ്ഡ് നിങ്ങൾക്ക് ഞാനിന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ആ ഷെയ്ഡ് നമ്പരും നെയിമും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇതാ ഈ കളറാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് മേടിക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിലും അത് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കുകയും ചെയ്യാം കേട്ടോ. ഇതിലേതെങ്കിലും കളർ, കാരണം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക്. എനിക്ക് വീടായിട്ട് തോന്നുന്നു, നിങ്ങൾക്ക് ചിലപ്പം പെർഫെക്റ്റ് ആയിട്ട് തോന്നും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എൻ്റെ ഇത് ഇത്രയും ലിപ്സ്റ്റിക്സ് ഉണ്ട് കണ്ടോ. ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട്, ഒരു 1 2 3 4 5 6 ഒരു 6 ലിപ്സ്റ്റിക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് 6 എണ്ണം. കാരണം എൻ്റെ കയ്യിൽ വേറെ കുറച്ച് ലിപ്സ്റ്റിക്സ് ഉണ്ട് കേട്ടോ, കുറച്ച് അധികം മോശമില്ലാത്ത സ്റ്റോക്ക് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 6 എണ്ണം സത്യം പറഞ്ഞാൽ ടോപ്പോട് കൂടി മേടിച്ച ബ്രാൻഡ്സാണ്. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോഴത്തേനും എൻ്റെ കിളി പോയ ബ്രാൻഡുകളാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇത് യൂസ് ആക്കാതെ ഇരിക്കുവാണ്. യൂസ് ആക്കുവാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, മിക്സ് ചെയ്ത് യൂസ് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് ന്യൂഡായിട്ടുള്ള കളേഴ്സൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഗ്ലോസി ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ന്യൂഡ് കളേഴ്സ് നോക്കി മേടിച്ച് പക്ഷേ അബദ്ധം പറ്റി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ കളേഴ്സായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ട് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ബിഫോർ ദാറ്റ് എനിക്കിപ്പോൾ ഞാൻ ഈ ലിപ്സിൽ ഒരു ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒരു എന്താ എൻവൈബയുടെ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. എൻവൈബയുടെ സ്നഗിൾ സീക്രട്സ് 15 എന്ന് പറഞ്ഞിട്ടൊരു ലിപ്സ്റ്റിക്കാണ്. പഴയതായി, കാരണം എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് തരാം. അതേ കണ്ടില്ലേ, ഇത്രയും ലിപ്സ്റ്റിക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇത് 6 എണ്ണം ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ കണ്ട് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മേടിക്കും. സോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ കോട്ടൺ പാഡും മിസെല്ലർ വാട്ടറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് റിമൂവ് ചെയ്യാം. കാരണം ഞാൻ ഡയറക്റ്റ് നിങ്ങൾക്ക് ഞാൻ റിമൂവ് ചെയ്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഞാൻ വേറെ ഏതോ അപ്ലൈ ചെയ്തിട്ട് പറയണമെന്ന് വിചാരിക്കും. സോ ഞാനിത് റിമൂവ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ലിപ്സ്റ്റിക്ക്. ഇപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടേക്കുന്നതാണ്. ഇതിൻ്റെ കുറച്ച് മിസെല്ലർ വാട്ടർ എടുത്തിട്ട് കൂടിപ്പോയി ഗൈസ്. ഇപ്പോൾ കുറച്ച് മിസെല്ലർ വാട്ടർ എടുത്തിട്ട് റിമൂവ് ചെയ്യാൻ പോവാണ്. മിസെല്ലർ വാട്ടറിൽ ഇത് പോകാനും പാടാണ്. കാരണം ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ വൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ലിപ്സ്റ്റിക് ഉള്ളതിലെല്ലാം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ആണല്ലേ. ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഒന്നും എല്ലാം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാത്രമേ ക്രയോൺ ആയിട്ടുള്ളൂ.
ഞാൻ ഫസ്റ്റ് മേടിച്ച ക്രയോൺ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് തന്നെ ഞാൻ ഇട്ട് കാണിച്ചില്ല. അപ്പോൾ ബാക്കി ലിക്വിഡാണല്ലോ, അപ്പം ഇത് ഒറ്റപ്പെട്ടിരിക്കുന്നതാണ്. നമുക്ക് ഫസ്റ്റ് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പം ഇതാണ്. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ 20 പീച്ച് ലവ് എന്നതാണ് ഈ ഷെയ്ഡ് നെയിം. അപ്പോൾ ഞാനിത് ഏതോ വീഡിയോയിൽ കണ്ടാണെന്ന് തോന്നുന്നു മേടിച്ചത്. കാരണം എനിക്കറിയത്തില്ല, കാരണം വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ, മേടിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഒരു ക്രയോൺ ടൈപ്പാണ്, കണ്ടല്ലോ, ക്രയോൺ ടൈപ്പാണ്. ഞാനിത് അപ്ലൈ ചെയ്തില്ല. ഫസ്റ്റ് എൻ്റെ ലിസ്റ്റിലുള്ളതിൽ വിയേർഡ് ലിപ്സ്റ്റിക്കാണ്. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഇരിക്കും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം എനിക്ക് മിറർ വേണം. എനിക്ക് വയ്യ, എന്തുവാടേ ഇത്, കണ്ടോ, ഇതാണ് എൻ്റെ നമ്പർ 1 വിയേർഡ് ലിപ്സ്റ്റിക്. നിങ്ങളത് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇട്ടിട്ട് വെളിയിൽ ഇറങ്ങും? പക്ഷേ ഒരു ഫാക്റ്റ് ഞാൻ പറയട്ടെ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ, ഭയങ്കര വ്യത്യാസമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നില്ലേ, അതിനേക്കാളും മഹാബോറാണ് നേരിട്ട് കാണാൻ. ഓ ജീസസ്, കണ്ടോ, ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ട്. സോ യു മസ്റ്റ് ഗോ ടു ഷോപ്പ്, ഓക്കെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വിയേർഡായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്, ക്രയോണാണിത്. സ്വിസ് ബ്യൂട്ടിയുടെ 20 പീച്ച് ലവ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. മേടിക്കാൻ ഇരിക്കുന്നവരാണ് ഈ ഷെയ്ഡ് എന്നുണ്ടെങ്കിലും സത്യം എൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, എൻ്റെ ഒന്ന് ബാക്കിലോട്ട് അടിച്ചിട്ട് എൻ്റെ ഫേസ് ഇപ്പോഴത്തെ നോക്കിക്കോളൂ. ഇതാ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു ഫങ്കി ആ ഒരു ടൈപ്പ് ലിപ്സ്റ്റിക്കാന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഫോറിൻ കൺട്രീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഓ മൈ ഗോഡ്, എനിക്കെന്തോ ഞാൻ വേറെ ആരെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് വൈപ്പ് ഔട്ട്. അപ്പോൾ ഇതടുത്ത് വൈപ്പ് ചെയ്തിട്ട് അടുത്ത ലിപ്സ്റ്റിക്ക് ഞാൻ വിട്ടുതരാം. എനിക്കിത് കുറച്ച് നേരം ഇതിൻ്റെ നോക്കിക്കൊണ്ടിരിക്കാനുള്ള ശക്തിയില്ല. ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതാണ്. ഇത് വന്നിട്ട് മിസ് ക്ലെയറിൻ്റെ ഷെയ്ഡ് നമ്പർ 31. ഷെയ്ഡ് നെയിം എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതൊന്ന് അപ്ലൈ ചെയ്തു. അപ്പോൾ ക്രയോൺ വന്നിട്ട് ആ ഒരെണ്ണേ ഉള്ളൂ. ഇത് വന്നിട്ട് അതേ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. ഏതാണ്ട് ഒരേപോലത്തെ കളറാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. അയ്യേ, എനിക്ക് ചിരി വരുന്നതിൻ്റെ അമ്മേ, എന്തോ ഇത്. എനിക്ക് ചുണ്ടുണ്ടോ ഗൈസ്? എൻ്റെ ചുണ്ട് എവിടെ? അയ്യോ, എൻ്റെ ചുണ്ട് ചിരിക്കാനും പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ. എൻ്റെ ചിരിക്ക് ഭയങ്കര ആരാധകരൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ഈ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ ആരാധകരൊക്കെ പോകും. ഭയങ്കര ബോറായിട്ടില്ല, എന്തോ തോന്നുന്നു നിങ്ങൾക്ക്? അപ്പോൾ വിയേർഡ് നമ്പർ 2 മിസ് ക്ലെയറിൻ്റെ നമ്പർ 31 ഷെയ്ഡ്. അപ്പോൾ മിസ് ക്ലെയറിൻ്റെ എനിക്ക് വേറെ ബ്രാൻഡ് ഇല്ല. വേറെ ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ലിപ്പ് ലൈൻ പോലെ ചെയ്യാൻ, കുറച്ച് ഡാർക്കാണ്, അപ്പോൾ ഞാൻ അത് ലിപ്പ് ലൈൻ പോലെ ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് അറിയത്തില്ല. സോ വി ഹാവ് ടു വൈപ്പ് ഔട്ട് ദീസ് 2. ഉണ്ടോ? നെക്സ്റ്റ് വന്നിട്ട് ഇതാണ് മേബലിൻ്റെ ന്യൂഡ് ന്യൂആൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് നമ്പർ 21 ആണ്. ഇത് സത്യം പറഞ്ഞാലും ഭയങ്കര ഹോപ്പായിട്ട് ഞാൻ മേടിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഞാൻ വീഡിയോയിൽ കണ്ടപ്പോഴത്തേന് അങ്ങനെ മേടിച്ചതാണ്. പക്ഷെ പണി കിട്ടി, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്കൊരു ഷെയ്ഡൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു ടൈപ്പ് ഷെയ്ഡാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്തൊക്കെ ഇടാം വേറൊരു കളറുമായിട്ടൊക്കെ. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കര വാഷ് ഔട്ട് ആവുന്നൊരു കളറാണ്. ചുണ്ടിൽ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയാമോ? ചുണ്ടിൽ ഇട്ടിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ല പെട്ടെന്ന്. കാരണം നമുക്ക് എത്ര ന്യൂഡാണെങ്കിലും നമുക്കൊരു എന്താ പറയുക, നമുക്ക് ഫേസിൽ ഇടുമ്പോഴത്തേനും ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ഒരു ഫേസ് ഒരു ബ്രൈറ്റ് ആവുന്ന ടൈപ്പ് അങ്ങനെയുള്ള കളറൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഷെയ്ഡ്സ് ഉണ്ട്. ന്യൂഡാണെങ്കിലും ഫേസിനൊരു എൻഹാൻസ് കൊടുക്കുന്ന ഒരു കളർ എൻ്റെ ഉണ്ടത്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും, എങ്ങനെയാണ് കമ്പയർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഇത് ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നില്ല. ഭയങ്കര ഒരു വാഷ് ഔട്ട് ആവുന്ന ഒരു കളർ ടൈപ്പ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു ടീഷർട്ടിൻ്റെ ഒരു ലൈറ്റ് കളർ പോലെ തോന്നുന്നു. കാരണം ഞാൻ ഓരോ ലിപ്സ്റ്റിക് ഇടുമ്പോഴേ എൻ്റെ വേറെ ഫേസ് പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. നിങ്ങൾക്കത് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ ഒരു സ്കിൻ ടെക്സ്ചർ ലിപ് ടെക്സ്ചറൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതെടുക്കേണ്ട, ഭയങ്കര ഓവറായിരിക്കും. അപ്പോൾ മേബലിൻ്റെ ഇതും ന്യൂഡ് ന്യൂആൻസും
എനിക്കിഷ്ടപ്പെട്ടില്ല. ഓക്കെ, അടുത്തത് ദേ ഇതാണ്. അഗെയിൻ മെയ്ബെലിൻ ന്യൂയോർക്കിൻ്റെ തന്നെയാണ്. ഞാൻ സത്യം പറയും ഭയങ്കര ആഗ്രഹിച്ച് മേടിച്ചൊരു ഷെയ്ഡാണ്. അപ്പോൾ ഈ മെയ്ബെലിൻ ന്യൂയോർക്കിൻ്റെ ആമസോണിയൻ ഷെയ്ഡ് നമ്പർ വന്നിട്ട് 70. ഈ ഒരു ഷെയ്ഡ് ഭയങ്കര റീച്ചുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരുപാട് റിവ്യൂസൊക്കെ ഇട്ട് ഞാൻ കണ്ടത്. ഭയങ്കര ഒരുപാട് ഫാൻസ് ഇതിനുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് വീഡിയോസ് വഴി. നിങ്ങളിപ്പോൾ ഈ ബോട്ടിലിൻ്റെ കളർ ഉണ്ടല്ലോ, പക്ഷേ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേനും കണ്ടോ ഒരു ലൈറ്റ്, ഭയങ്കര ഒരു ലൈറ്റ് കണ്ടോ, ഭയങ്കര ലൈറ്റ് കളറായിപ്പോയി. ഞാൻ പ്രതീക്ഷിച്ചില്ല, സത്യം പറയാൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. ഇവിടെ മിറർ ഇവിടെ ഞാൻ ഇട്ട് നോക്കട്ടെ. ഒരുപാട് അങ്ങിട്ട് ഭയങ്കര ആർട്ട് വർക്കൊന്നും ചെയ്യണ്ട, സത്യം പറയാമല്ലോ. നല്ല ഇത് ഈ സെയിം ബ്രാൻഡിൻ്റെ സെയിം വേറൊരു കളർ എനിക്കുണ്ട് കേട്ടോ. ഭയങ്കര സെറ്റാണ്. ഒരുപാട് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ തന്നെ വേറൊരു റെഡ് കളറായിരുന്നു. അത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളറായിരുന്നു കേട്ടോ. എൻ്റെ അമ്മേ, ഇത് നോക്കിയേ, വാഷ് ഔട്ടായി, ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ആവുന്നത്. അതായത് എൻ്റെ ഫേസിന് ഒട്ടും ചേരുന്നില്ല. ഫേസ് ഭയങ്കര ഡള്ളായി, ചുണ്ടുണ്ടെന്ന് തോന്നിക്കത്തില്ല, അങ്ങനെ ഒരു കളറായത്. അപ്പോൾ വിയഡ് നമ്പർ 4 മെയ്ബെലിൻ ന്യൂയോർക്കിൻ്റെ ആമസോണിയൻ 70. ഇത് നമുക്ക് വൈപ്പ് ചെയ്യാം. ലെറ്റ്സ് വൈപ്പ് ഔട്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ ഇന്ന് മൊത്തം വൈപ്പ് ചെയ്ത് എൻ്റെ ചുണ്ടിൻ്റെ സ്കിന്നൊക്കെ പോകുന്നു തോന്നുന്നു. നമുക്ക് നല്ല രീതിയിൽ ഇട്ട ലിപ്സ്റ്റിക് കളയാതെ അടുത്ത ലിപ്സ്റ്റിക് ഇടാൻ പറ്റത്തില്ല, കാരണം ഒരു ഓവർലാപ്പ് ചെയ്ത് വരും. കാരണം മറ്റേ ഷെയ്ഡിൽ കൂടെ വേറെ ഷെയ്ഡ് ഇടുമ്പോഴത്തേക്കും കളർ ടോട്ടലി ഡിഫറെൻ്റ് ആവും. അപ്പോൾ നമ്മൾ അടുത്ത് ട്രൈ ചെയ്യാൻ പോകുന്നത് നൈക്കയുടെ സോൾ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതും ഞാൻ ഭയങ്കര ഒരു പ്രതീക്ഷയോടെ മേടിച്ച ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ. ബോട്ടിലൊക്കെ നല്ല സെറ്റാണ്, നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇത് 2.1 ml ആണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടല്ലോ, ഈ കളറാണ്, ഇതാണ് ഷെയ്ഡ് കണ്ടോ. അപ്പോൾ ലെറ്റ്സ് അപ്ലൈ. ഒന്നുമില്ല, ലിപ്സിലൊന്നുമില്ല കണ്ടോ. പക്ഷേ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിന്, അടിപൊളിയാണ്. അതേ നോക്കി. ബട്ട് രണ്ടിലും, അതായത് ഫോണിലും എൻ്റെ മിററിലും നോക്കുമ്പോഴത്തേനും രണ്ട് ഷെയ്ഡാണ്. അപ്പോൾ ഫോണിലാകുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒരു വേറെ ലെവലായിരിക്കുമല്ലോ കളർ. അതിപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു ഫങ്കി ടൈപ്പ് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഈ ഒരു കളറ് ഭയങ്കര, നിങ്ങൾക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണെന്നുള്ളത്. നേരിട്ട് ഇതിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ ഈ കളർ ഇങ്ങനെയെന്ന്. ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പിങ്ക്, ഒരു റോസ് ഷെയ്ഡൊക്കെ ഇതുപോലൊരു കളർ. ഭയങ്കര ഒരു ബോറിങ് ലിപ്സ്റ്റിക്. സോ ഇത് നൈക്കയുടെ സോൾ സിസ്റ്റർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് ഇഷ്ടപ്പെട്ടവർ മേടിച്ചോളൂ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അപ്പോൾ എന്താ, എൻ്റെ വിയർഡ് ലിപ്സ്റ്റിക്കിൽ ഫൈനൽ സാധനം അതാണുള്ളൂ. അപ്പോൾ ഞാൻ ഇത് വൈപ്പ് ചെയ്ത് കളയട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള ലിപ്സ്റ്റിക്ക് സത്യം പറഞ്ഞാൽ ഈ മിസെല്ലർ വാട്ടർ എന്ന് പറയുന്ന സംഭവം, ഇത് സംഭവം മേക്കപ്പ് റിമൂവറിനാണ് ബെസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലിപ്സും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ബ്രാൻഡഡ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് വൈപ്പ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ചെയ്യേണ്ട, കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. പെട്ടെന്ന് എത്ര ലോങ് ലാസ്റ്റിംഗ് ഉള്ളതാണെങ്കിലും മിസെല്ലാർ വാട്ടറിനെക്കാളും നല്ല സെറ്റായിട്ട് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ സംഭവമാണ്. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഇത് ഞാൻ മേടിച്ചത്, ഇത് ഒരു മോളിൽ ഞാൻ പോയപ്പോഴത്തേനും ഇവരുടെ ഈ ലോട്ടസിൻ്റെ, ഇത് ലോട്ടസ് ബ്രാൻഡിൻ്റെയാണ്. ലോട്ടസിൻ്റെ ഒരു പ്രൊമോഷൻ സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്റ്റാഫൊക്കെ ഒന്ന് നമ്മൾ നിർബന്ധിക്കുമല്ലോ, മേഡം വാങ്ങിക്കണം, ഇതാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം. പക്ഷേ ഞാൻ ഇതുവരെ ലോട്ടസിൻ്റെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല ലോട്ടസിനെ കുറിച്ച് വലിയ എനിക്ക് ധാരണയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് വൈൻ ടൂർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡായിട്ടോ. ഇത് ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഈ പോർഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇത്തിരി ഉള്ളിലോട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു വാട്ടർ കണ്ടൻ്റ് ഉള്ള ഭാഗത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അപ്ലൈ ആവത്തില്ല. മനസ്സിലായി, ചുണ്ടിൽ നമ്മളെ ലിപ്സിൽ ഇത് അബ്സോർബ് ആവത്തില്ല, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് തരാം. കളർ നല്ല അടിപൊളി കളറാട്ടോ. കളർ കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എടുത്തത്. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ലിപ്സ്റ്റിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഇത്
എത്ര അപ്ലൈ ചെയ്താലും അതാവത്തില്ല. ഭയങ്കര ഒരു സ്കാമായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സ്കാമായിരുന്നു. ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് എടുത്തത്. പക്ഷേ ഞാൻ അപ്പോൾ വേറെ ലിപ്സ്റ്റിക് ഉണ്ടായിരുന്നു, അപ്പം കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് നോക്കിയിട്ടാണ് എടുത്തത്. നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുമെന്ന് വിചാരിക്കത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഇൻകംപ്ലീറ്റ്. അതായത് നോക്കിയേ, നമ്മുടെ ഈ ചുണ്ടാകുമ്പോഴത്തേനും ഇവിടെ എന്തായാലും നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ഫോമാണ് ചുണ്ടിൻ്റെ ഈ സൈഡിൽ. അകത്തോട്ടാകുമ്പോഴത്തേനും ഇത്തിരി വെറ്റായിരിക്കും. അപ്പം എല്ലാം വൈപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടത്. വൈപ്പ് ചെയ്തിട്ട് ആ ഒരു ഇതാണ്. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോട്ടസിൻ്റെ ഇതൊരു ഭയങ്കര സ്കാമായിട്ടുള്ളൊരു ഇതായിരുന്നു ഈ ലോട്ടസിൻ്റെ. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല, ഇനിയോട്ട് മേടിക്കാൻ പോകുന്നുമില്ല ലോട്ടസിൻ്റെ ഒന്നും. അപ്പോൾ ഇതായിരുന്നു ഇത്. അപ്പോൾ എന്തായാലും ഗ്യാപ്പുള്ള പോർഷൻ ഞാനിപ്പോൾ എന്തായാലും ഫില്ല് ചെയ്ത് കൊടുക്കാം. വേറെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ എൻ്റെ വേറെ കളർ വെച്ചിട്ട് എൻ്റെ NYBയുടെ സ്നഗിൾ സീക്രട്സ് മൈ ഫേവറേറ്റ് ആണ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. ഒരുപാടുണ്ട് ഫേവറേറ്റ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇത്രയേ ഉള്ളൂ 6 ലിപ്സ്റ്റിക്ക്. അതായത് മൈ വിയേർഡ് ലിപ്സ്റ്റിക് കളക്ഷനാണിത്. 6 എണ്ണവും. ഞാനിനി ഇത് യൂസ് ആക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മിക്സ് ആക്കിയിട്ടേ യൂസ് ചെയ്യും എൻ്റെ വേറെ ലിപ്സ്റ്റിക്കുമായിട്ട്. അല്ലാണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത്. ഈ 6 കളേഴ്സും ഈ ലോട്ടസിൻ്റെ കളർ ഒഴിച്ചിട്ട് ഓക്കെ, എനിക്ക് 6 എണ്ണം ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ലിപ്സ്റ്റിക് ബാഗിലെ വേണ്ടാത്ത 6 എണ്ണമാണ് ഇത്. എന്നെക്കൊണ്ട് എന്താ പറയുക, എന്നെക്കൊണ്ട് യൂസ് ആക്കാൻ പറ്റാത്തതാണ്. ഇനി ഒരു പക്ഷേ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക ടൈപ്പ് ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ ഉണ്ടല്ലോ, ഞാൻ പറയാം ഫങ്കി ടൈപ്പ്, ഒരു ബീച്ച് ടൈപ്പ്, ആ ഒരു ടൈപ്പിനൊക്കെ ഈ ഇതൊക്കെ ചേരും കേട്ടോ. അപ്പോൾ ഇത് യൂസ് ആക്കുന്നവരുണ്ട്. ഭയങ്കര ഫാഷൻ ഫീൽഡിലൊക്കെ ഇതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ നല്ല ഫേമസ് ആയിട്ടുള്ള ഇതായിരിക്കും. കാരണം നമ്മൾ കണ്ടിട്ടില്ലേ, ഓരോ ഫാഷൻ ബുക്ക്ലെറ്റ്സിലായാലും അല്ലാണ്ട് വീഡിയോസിലായിരുന്നല്ലോ, അവരൊക്കെ അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് ഇങ്ങനെ ഡാർക്ക് ആയിട്ടുള്ളതല്ല, ഭയങ്കര ന്യൂഡായിട്ടുള്ളത്, ഇങ്ങനെയുള്ളതായിരിക്കും. അതൊന്നും നമ്മളെപ്പോലുള്ളവർക്ക് സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറ്റില്ല, ഞാൻ ഉള്ള കാര്യം പറയാം. എൻ്റെ ഒരു നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ മേക്കപ്പ് റിലേറ്റഡ് ഐറ്റംസ്, എസ്പെഷ്യലി ഈ ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ പോയി നിങ്ങൾ ഷെയ്ഡ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ലിപ്പിലോ കയ്യിലോ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മേടിക്കാൻ ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പുതിയ ഒരു ലിപ്സ്റ്റിക്ക്, പുതിയ ഒരു ഷെയ്ഡ്, പുതിയൊരു ബ്രാൻഡ് നമ്മൾ വാങ്ങുമ്പോൾ ഒരിക്കലും ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കരുത്. കാരണം കളർ നല്ല വേരിയേഷൻ ഉണ്ടായിരിക്കും. ഭയങ്കര പ്രതീക്ഷയോടെ മേടിച്ചിട്ട് എന്നെ തേച്ച 6 ലിപ്സ്റ്റിക്ക്, അതാണിത്. ഇതിനടുത്തൊക്കെ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇവിടെ അത് വെറുതെ യൂസ് ആകും. പക്ഷേ എനിക്ക് സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കര പിശുക്കിൻ്റെ സ്വഭാവമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാനിത് യൂസാക്കി തീർത്തിരിക്കും. ഇത് കുറച്ച് എന്തായാലും എക്സ്പയറി ഡേറ്റൊക്കെ കുറച്ച് വർഷമുണ്ട്. ഇത് ഞാൻ യൂസാക്കി ഒന്നും തീർക്കാം. സത്യം പറഞ്ഞാൽ ഒരു ബോട്ടിൽ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അങ്ങറ്റ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കോമഡിയിലൊക്കെ കാണുമ്പോൾ കോൾഗേറ്റൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ലാസ്റ്റ് വരെ അതിൻ്റെ ആത്മാവ് വരെ എടുക്കുമല്ലോ, ആ ഒരു ടൈപ്പ് ഒരാളാണ് ഞാൻ. എസ്പെഷ്യലി ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ ഞാൻ അങ്ങറ്റം കളയും. കാരണം ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണല്ലോ, അങ്ങറ്റാക്കിയിട്ടേ ഞാൻ കളയാറുള്ളൂ. അതുകൊണ്ട് ഇതും ഞാൻ അങ്ങനെ യൂസ് ആക്കും. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങൾ ഇനി ആ ഒരു ക്വസ്റ്റ്യൻ, അതുപോലെ നിങ്ങൾ അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെൻ്റെ പേഴ്സണൽ മാറ്ററല്ലേ. സോ എനിക്ക് ഇതേപോലെ പറ്റിയ ഒരു അബദ്ധം നിങ്ങൾക്കും പറ്റാതിരിക്കട്ടെ. ഫസ്റ്റ് വാങ്ങാൻ പോകുന്നവരാണെങ്കിലും വാങ്ങിക്കുന്നവരാണെങ്കിലും ഒരിക്കലും ഓൺലൈനിൽ നിന്ന് നിങ്ങൾ മേടിക്കാതിരിക്കുക, ഡയറക്റ്റ് പോയി മേടിക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വിയേർഡ് ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ എന്തെങ്കിലും ലിപ്സ്റ്റിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഈ ഇതിലേതെങ്കിലും ബ്രാൻഡ്സിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ക്രിറ്റിസിസം ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അത് ഇതിനെക്കുറിച്ച് മാത്രം, ലിപ്സ്റ്റിക്കിനെ കുറിച്ച് മാത്രം, നോട്ട് മൈ പേഴ്സണൽ. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.